സ്ഥാപനമായ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് ഹരിതാഭമായ ഉന്നത ദർശനങ്ങളുമായി എത്തുന്നു ആസ്പയർ 360 പ്രോഗ്രാമിലൂടെ. തൊഴിലവസരങ്ങൾ, പുതിയ കോഴ്സുകൾ, സാങ്കേതിക മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളുമായി ആരംഭിക്കുകയായി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡയൽ ചെയ്യുകയാണെങ്കിൽ ഫോൺ റിംഗ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു റെക്കോർഡഡ് വോയിസ് ആണ് കേൾക്കുക. സൈബർ കുറ്റവാളികളെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിലേക്ക് ഇൻഫോം ചെയ്യുക. ആരാണ് ഈ സൈബർ കുറ്റവാളികൾ? അവരെ നമ്മൾ ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇന്ന് സമൂഹത്തിലും ന്യൂസ് പേപ്പറുകളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തട്ടിപ്പാണ് സൈബർ തട്ടിപ്പുകൾ. പല രീതിയിൽ പലതരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റും വിവിധ ഏജൻസികളും പല രീതിയിൽ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ജനങ്ങൾക്ക് സൈബർ തട്ടിപ്പുകളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അതവരുടെ അജ്ഞത കൊണ്ടല്ല, മറിച്ച് തങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള കോളുകളാണ് വരുന്നത് എന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് പലരും സൈബർ തട്ടിപ്പിന് ഇരയായിത്തീരുന്നത്. രാജ്യസുരക്ഷയിൽ പോലും സൈബർ ഫോറൻസിക്കിന്റെ സാധ്യതകളെ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഫിഷിംഗ്, വാട്സ്ആപ്പ് ഹൈജാക്കിംഗ്, വെർച്വൽ അറസ്റ്റ്, ഓൺലൈൻ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ തുടങ്ങി പല രീതിയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ സമൂഹത്തിൽ വ്യാപകമാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ലിങ്ക് നമ്മുടെ വാട്സപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നോ ഒന്നിലധികം തവണ ഫോർവേഡ് ചെയ്യപ്പെട്ട ലിങ്കുകളോ നമ്മുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ജെനുവിനിറ്റി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ലിങ്ക് അഡ്രസ്സ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ബാങ്കിൻ്റെയോ ഹോസ്പിറ്റലിൻ്റെയോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒക്കെ പേരാവാം. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഫേക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഏത് സൈറ്റിലേക്കാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റും ആവശ്യപ്പെടാം. അത് കൊടുത്തു കഴിഞ്ഞ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഹാക്കേഴ്സിന്റെ കൈകളിലെത്താം. അവരത് പല രീതിയിൽ മിസ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് പണം മാത്രമല്ല, നമ്മുടെ അഭിമാനം കൂടെയാവാം. കാരണം സൈബർ തട്ടിപ്പുകൾ ലക്ഷ്യമിടുന്നത് പണം മാത്രമാണ്. ഹറാസ്മെന്റുകൾ, സൈബർ ബുള്ളിംഗ്, ഫേക്ക് അക്കൗണ്ടുകൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ മിസ്യൂസുകളുടെ വേറൊരു ഭാവമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അബ്യൂസ് ചെയ്യുമ്പോൾ സൈബർ ഫോറൻസിക്കിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇത്തരക്കാരെ കണ്ടെത്തുവാനും നഷ്ടപ്പെട്ട ഡേറ്റ റിക്കവർ ചെയ്യുവാനും നമുക്ക് സാധിക്കും. OTP തട്ടിപ്പുകളാണ് മറ്റൊന്ന്. OTP ഫോണിലേക്ക് വന്നു അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്ന് ജെനുവിനായി ഒരു ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആൾക്കാർ അത് വിശ്വസിച്ച് അവരുടെ ബാങ്കിന്റെ OTP ഷെയർ ചെയ്യുന്നു. അതുവഴി അൺഓതറൈസ്ഡ് ആയിട്ട് മറ്റൊരാൾക്ക് അവരുടെ അക്കൗണ്ട് യൂസ് ചെയ്യാനും ട്രാൻസാക്ഷൻസ് നടത്താനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റി ജാഗരൂകരായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും പല രീതിയിലും നമ്മൾ ഇൻഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യരുത് എന്ന്. പക്ഷേ നമ്മൾ ആരും അത് വകവയ്ക്കാറില്ല. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് നമുക്ക് എപ്പോഴും ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലെത്തിയാൽ അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡേറ്റാസ് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ സൈബർ ഫോറൻസിക്കിന്റെ സഹായത്തോടെ ഈ ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാനും ഇത്തരത്തിലുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കുവാനും നമുക്ക് സാധിക്കും. ഡിജിറ്റൽ ലിറ്ററസി ഉറപ്പുവരുത്തുക എന്നത് ഇന്ന് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നയമാണ്. കാരണം കോവിഡിന് ശേഷം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാത്തതായി ആരും തന്നെയില്ല. പണ്ട് ബാങ്കിൽ ക്യൂ നിന്ന് പണം വാങ്ങിയിരുന്ന നമ്മൾ നെറ്റ് ബാങ്കിങ്ങിന്റെ സഹായത്തോടെ നിമിഷ നേരം കൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിലും ഹോസ്പിറ്റലുകളിലും അപ്പോയിൻമെന്റ് എടുത്തിരുന്ന നമ്മൾ ഓൺലൈനായിട്ട് അത്തരം അപ്പോയിൻമെന്റുകൾ എടുക്കുന്നു. എന്തിന്? പല രീതിയിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് പോലും ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ നടത്താൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് നടത്തുമ്പോൾ അത് എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻസ് ദുരുപയോഗം ചെയ്യപ്പെടാം. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് പലപ്പോഴും പല മേഖലയിലും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ അതിന് നമ്മൾ വലിയൊരു വില നൽകേണ്ടതായിട്ട് വരും. സൈബർ ഫോറൻസിക് ടൂളുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഡേറ്റ സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇന്റർനെറ്റിനെ എങ്ങനെ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താം, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അൺഓതറൈസ്ഡ് ആയിട്ട് മറ്റൊരാൾ നമ്മുടെ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യുക, ഓൺലൈൻ സ്കാമുകൾ നമ്മുടെ ഡേറ്റാസ് ആക്സസ് ചെയ്യുക, ഫേക്ക് പേയ്മെന്റ് ആപ്പുകൾ, ഇതൊക്കെ ഇന്ന് സൈബർ ലോകത്ത് നിസ്സാരമായി നടക്കുന്ന സംഭവങ്ങളാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുവാനും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും ഡിജിറ്റൽ എവിഡൻസിന്റെ സഹായത്തോടെ നമുക്ക് സാധിക്കും. റാൻസംവെയർ പോലുള്ള അറ്റാക്കുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സോഴ്സ് കണ്ടെത്തി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ സുരക്ഷാ പോളിസികൾ മെച്ചപ്പെടുത്താവുന്നതാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡേറ്റയുടെ സുരക്ഷ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മൊബൈൽ ഡിവൈസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ കാണാതായ ആൾക്കാരുടെയും ക്രിമിനൽ എന്ന് സംശയിക്കുന്ന ആൾക്കാരുടെയും വാട്സപ്പ് ചാറ്റുകൾ, മെസ്സേജുകൾ, കോൾ ലോഗ്സ് എന്നിവ അനലൈസ് ചെയ്ത് ഇത്തരക്കാരെ ഐഡന്റിഫൈ ചെയ്യാനും എവിഡൻസ് കണ്ടെത്താനും നമുക്ക് സാധിക്കും. നമ്മൾ എല്ലാവരും പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയി നമ്മുടെ സിസ്റ്റത്തിന്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആകും എന്നാണ്. പക്ഷേ ഒരിക്കലും ഇത് സത്യമല്ല. കാരണം റിക്കവറി ടൂളുകൾ ഉപയോഗിച്ച് ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മൊബൈൽ ഫോണുകൾ റീസെല് ചെയ്യുമ്പോഴും കടയിൽ നന്നാക്കാൻ കൊടുക്കുമ്പോഴും അതിലുള്ള ഡേറ്റാസ് സെക്യൂർ ആക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. ഗവൺമെന്റ് ഏജൻസികൾ പോലും നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സൈബർ ടെററിസത്തെ ഐഡന്റിഫൈ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും സൈബർ ഫോറൻസിക് മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സൈബർ ടെററിസം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ടെററിസമാണ്, ഭീകരതയുടെ വേറൊരു മുഖം. ഇതുവഴി ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ സൈബർ ഫോറൻസിക്കിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ രാജ്യസുരക്ഷ നമുക്ക് ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓൺലൈൻ ലോൺ പേയ്മെന്റ് ആപ്പുകൾ ഇന്ന് ഉപയോഗിക്കാത്തവരായി ആരുമില്ല. ബാങ്കിൽ പോയി ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായും ഇതിന്റെ പുറകെ മെനക്കെട്ട് നടക്കേണ്ടതായിട്ടുമൊക്കെ വരാം. പക്ഷേ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ സ്വന്തം ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് ലോണായി ട്രാൻസാക്ട് ചെയ്യപ്പെടും. പക്ഷേ ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് RBIയുടെ അംഗീകാരമുള്ളതാണോ ജെനുവിനാണോ എന്നുള്ളതൊക്കെയാണ്. പലപ്പോഴും ഇത്തരത്തിൽ ആപ്പ് ഉപയോഗിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പണം എത്ര പെട്ടെന്ന് എങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടാം എന്നതിനെപ്പറ്റി മാത്രമാണ് അവരുടെ ചിന്ത. ഇതുമൂലം ട്രാപ്പിൽ അകപ്പെടുന്നവർ നിരവധിയാണ്. കാരണം ഓൺലൈൻ ലോൺ പേയ്മെന്റ് വഴി ലോൺ കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ പണം ലഭിക്കാനുള്ള ഈസിനെസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പറയുന്ന പലിശ അടച്ച് നല്ലൊരു എമൗണ്ട് അവർക്ക് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരുന്നു. ഇനി പേയ്മെന്റ് നടത്താൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നു. ഇതുവഴി ലോൺ എടുത്തയാൾക്ക് അത് തിരിച്ചടയ്ക്കാനാവാതെ പല വിധത്തിൽ പല രീതിയിൽ അയാൾ ഹരാസ് ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒതന്റിക് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ആപ്പുകൾ മാത്രം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ലൈവ് മെമ്മറി ഫോറൻസിക്സ് റാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വോളറ്റൈൽ ഡേറ്റയെ അനലൈസ് ചെയ്ത് എവിഡൻസ് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകളാണ് FTK ഇമേജ്, മാഗ്നറ്റ് റാം ക്യാപ്ചർ തുടങ്ങിയവയൊക്കെ. AI ബേസ്ഡ് ആയിട്ടുള്ള ഫോറൻസിക് ടൂളുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫീൽഡിൽ സൈബർ ഫോറൻസിക്കിന്റെ സഹായത്തോടെ ഒരു ഓർഗനൈസേഷനുള്ളിൽ നടക്കുന്ന ഇന്റേണൽ ഫ്രോഡുകൾ, ഡേറ്റ ലീക്കേജ് എന്നിവയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഏതൊക്കെ മെത്തേഡുകൾ സ്വീകരിക്കാം എന്നുള്ളതും സൈബർ ഫോറൻസിക്കിന്റെ സഹായത്തോടെ നമുക്ക് നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ട്രേഡ് മാർക്ക് സീക്രട്ടുകളൊക്കെ സൈബർ ഫോറൻസിക്കിന്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് ഏറ്റവും അധികം ഡേറ്റ ലോസ്, ഡേറ്റ മിസ്യൂസ് ഒക്കർ ചെയ്യുന്നത് വിവിധ ഓർഗനൈസേഷനുകൾക്കുള്ളിൽ തന്നെയാണ്. കാരണം എംപ്ലോയീസ് പല രീതിയിൽ ആ കമ്പനിക്കുള്ളിലെ ഡേറ്റ അവരുടെ പർപ്പസിന് വേണ്ടി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. സൈബർ സെക്യൂരിറ്റി ടൂളുകളും സെക്യൂരിറ്റി മെത്തേഡ്സും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഫ്രോഡുകളും ഡേറ്റ മിസ്യൂസുമൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഡേറ്റ ലോസ് മൂലമുണ്ടാകുന്ന അൺഓതറൈസ്ഡ് ആയിട്ട് ആൾക്കാർ ആക്സസ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ സൈബർ ഫോറൻസിക് നമ്മുടെ ഡെയിലി ലൈഫിൽ സ്വാധീനം ചെലുത്താറുണ്ട്. സോ in a world where data never dies, cyber forensic is the voice of truth. Thank you. ITSR Solutions അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി ആയിരിക്കും. 1 അതിലധികം വർഷമോ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് hr@ipsrsolutions.com റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. IPSR സൊല്യൂഷൻസ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഓർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2024-25 പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം, കൊച്ചി, കാലിക്കറ്റ്, UL സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായിരിക്കും. IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് hr@ipsrsolutions.com റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വടക്കഞ്ചേരിയിലുള്ള ഷോറൂമിലേക്ക് വിവിധ വേക്കൻസികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സ്റ്റോർ മാനേജർ, അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, സെയിൽസ് അസോസിയേറ്റ്, ക്യാഷ്യർ, ലോജിസ്റ്റിക്സ് അസിസ്റ്റന്റ്, ഫ്ലോർ സൂപ്പർവൈസർ, ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. 35 വയസ്സിന് താഴെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് hrd@kalyanhyper.com റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. സ്മാർട്ട് വേ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ വിവിധ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പാക്കിംഗ്, സ്റ്റോർ കീപ്പർ, ഡെലിവറി, ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സ്റ്റാഫ്, ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി SSC CGL 2025 പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നത വകുപ്പുകളായ IB, CBI, ED, നർക്കോട്ടിക്സ്, ഫോറിൻ ട്രേഡ്, NIA, ഹോം അഫയേഴ്സ്, ഓഡിറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻസ് എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ 14,582 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 4 മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. Welcome to St. Anthony's College, Peruvandhanam. Where education meets excellence and dreams turn into reality. Since 2013, we have been a pillar of academic brilliance, recognized under Section 2F of the UGC Act and accredited by NAC. Our commitment is your future. At St. Anthony's, we offer world-class education. Under the visionary leadership of Mr. Benny Thomas, Chairman of St. Anthony's College and founder and CEO of Spago Group of Companies, guiding our academic excellence is Dr. Anthony Joseph Kallampalli, Principal of St. Anthony's College, a distinguished academician with over 35 years in education. We offer a diverse range of courses tailored to meet industry demands. Step into the world of hospitality with our hotel management program. Gain hands-on experience in culinary arts, hotel operations, front office management, and customer service. We are the only institute offering a 3-month salaried internship with Spago International, which opens up doors to global career opportunities. Unlock a world of possibilities with our BBA in Aviation, preparing you for exciting careers in airline operations, airport management, and logistics. Commerce drives the economy, and at St. Anthony's, we equip you with the skills to succeed in accounting, finance, taxation, and business management. Choose from a variety of specialized courses
BCom with Finance and Taxation, BCom with Accounting, BCom with Airport Management and Air Cargo Management, BCom with Hospital Administration, BCom with Logistics Management, BCom Professional with CMA and ACCA, MCom in Finance and Taxation. The future is digital. Our BCA with AI and Robotics program empowers you with expertise in software development, data analytics, cybersecurity, and artificial intelligence. Fashion isn't just about trends. It's about creativity and innovation. Our fashion designing program provides hands-on training in textile science, garment construction, and trend forecasting, preparing you for a dynamic career in the fashion industry. Cybersecurity is more crucial than ever. Our cyber forensics and ethical hacking program trains students in digital forensics, network security, and cyber law to combat cyber threats. Unravel the mysteries of human mind. Our Psychology with Forensic Psychology program explores clinical psychology, organizational behavior, and mental health research. Our MSW program prepares students to uplift communities, drive social change, and promote social justice. Be the change you wish to see. Our campus is designed for success with a spacious 5-story building, state-of-the-art classrooms, a well-equipped computer lab, a resource-rich library, spacious conference and seminar halls, an auditorium for cultural and academic events, comfortable faculty rooms, and administrative offices. At St. Anthony's College, Peruvantanam, we don't just offer degrees. We shape careers, build leaders, and create success stories. Are you ready to take the next step toward a rewarding future? If you are ambitious, passionate, and ready to embrace a future of opportunities, this is your moment. Don't wait. Secure your place today. Visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvantanam, and step into a world of limitless opportunities. Admissions open. Apply today.